എടാ ഇപ്പം പെരേക്ക് വന്ന് കാണിക്കാൻ ഫ്രീ ആയിട്ട് മന്തി അടിച്ചതാന്ന് പറഞ്ഞ് ഫോൺ വെച്ചിട്ടില്ല. അപ്പോൾ ചെക്കമട ലാൻഡ് ആയിട്ടോ. അപ്പോൾ ഇതിൻ്റെ അമ്മോൻ്റെ മോനാണ്. എന്താടാ പിരാന്തുണ്ടോ 30 കിലോമീറ്റർ വണ്ടി ഓടിച്ചാണ് മന്തി എന്നാ വരണേ. അപ്പോൾ ഇവിടെ ഓസിക്ക് കിട്ടണേനല്ലെങ്കിൽ വേറെ ടേസ്റ്റാണ്. സ്കൂൾ പഠിക്കുന്ന കാലത്ത് കുറേ ഓസിക്ക് തട്ടിയ ഒരാളാട്ടോ ഞാൻ. സത്യം പറഞ്ഞപ്പോൾ അതൊക്കെ മിസ് ചെയ്യുന്നത്. അപ്പോൾ ഹലോ ഗായ്സ്, എൻ്റെ പേര് സൈനാന്നാണ്. ഇൻസ്റ്റാഗ്രാമിൽ ഓരോ പെൺകുട്ടികളൊക്കെ ഒറ്റക്ക് ട്രിപ്പ് പോകണായിട്ടാണ് എനിക്കൊരു പൂതി കേട്ടോ. ഒറ്റക്കൊരു ട്രിപ്പ് പോകാൻ. പക്ഷേ വീട്ടിൽ നിന്ന് വിടേണ്ട അവസാനം ഒരു ഫാമിലി ട്രിപ്പായി. പിന്നെ ഞാനാണെങ്കിൽ ബസ് കയറിയപ്പോൾ തുടങ്ങിയ സ്ഥലത്തല്ലേ കേട്ടോ. വേറെ ഒന്നുമില്ല, ഈ അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങണേ. എനിക്ക് വിൻഡോ സീറ്റ് ഇരിക്കാനാട്ടോ. അതായിട്ട് കിട്ടിയതുമില്ല. കൊണ്ടോട്ടിന്ന് രാവിലെ 8 മണിക്കാട്ടോ നിലമ്പൂർക്ക് ബസ്. അങ്ങനെ ഫൈനലി നമ്മൾ നിലമ്പൂരെത്തി. പിന്നെ ഒരാൾക്ക് ചാർജ് വരുന്നത് 55 രൂപയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ജീവിതത്തിൽ ആദ്യമായി ഫോറസ്റ്റ് വണ്ടി കണ്ടു കേട്ടോ. എന്നാൽ ആരെയൊക്കെ അതിന് പെയിൻറ്റ് കൊടുത്തത് എന്തായാലും അസലായിക്കും കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ കനോലി പ്ലോട്ട് പോയി. അവിടുന്ന് നമ്മളൊരു പൂവ് കണ്ടു കേട്ടോ. നല്ല രസമുള്ള, ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഒരു വൈറ്റ് പൂവ്. അപ്പോൾ നിലമ്പൂരേരെ ആരെങ്കിലും ഈ വീട് കാണുന്നുണ്ട്, എന്തായാലും ഈ പൂവിൻ്റെ പേര് താഴെ കമൻറ്റ് ചെയ്യാം നിങ്ങൾക്ക് അറിയെങ്കിൽ കേട്ടോ. ഇല്ലെങ്കിൽ അറിയുന്നവരാരെങ്കിലും കമൻറ്റ് ചെയ്താലും മതി. അപ്പോൾ ഞാൻ ഇവിടെ ടിക്കറ്റ് ഒന്നുമില്ല. കഴിഞ്ഞ പ്രാവശ്യം ഞാനും ഹസ്ബൻഡും കൂടി വന്നപ്പോൾ ടിക്കറ്റൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇപ്രാവശ്യം ഇല്ല വിചാരിച്ചാണ്ട് വെള്ളം മുങ്ങാൻ നിൽക്കിനി. പക്ഷെ എന്ത് ചെയ്യാനാ മക്കളെ, അവിടെ ഒരു പോലീസുകാരനുണ്ടായിന്. എന്തായാലും പിടിച്ചോ. നൈസായിട്ട് എന്തൊക്കെയോ പറഞ്ഞാൽ തടി ഒപ്പിയാണ്ട് ടിക്കറ്റും കൊടുത്താണ്ട് അന്തസ്സായി ഉള്ളിൽ കയറിയിട്ടോ. അപ്പോൾ വരുന്നവരൊക്കെ ടിക്കറ്റ് എടുത്താണ്ട് കയറാൻ നോക്കുക, വെറുതെ മൂഞ്ചാൻ നിൽക്കണ്ട. പിന്നെ നമ്മൾ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് വന്നില്ലേലും നമ്മളൊക്കെ വന്നത് 4 ആളെ അറിയിക്കണ്ടേ. പിന്നെ എന്താ വെച്ചാൽ പിന്നെ ലാസ്റ്റ് എടുത്ത് എടുക്കാനില്ല. കാരണം എന്താ വെച്ചാൽ ആകെ ഒരു ഐഫോണുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ റൊമാൻസ് ഒക്കെ കണ്ടിട്ടോ. ഇതൊക്കെ ഓരോ പേഴ്സണൽ കാര്യമില്ലേ. അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. ഇവിടെ എൻട്രി ഫീ വരുന്നത് ഒരാൾക്ക് 50 രൂപയാണ്, കുട്ടികൾക്ക് 15 രൂപയാണ്. പിന്നെ ക്യാഷ് അടക്കൂല കേട്ടോ. ഇവിടെ ഗൂഗിൾ പേ അല്ലെങ്കിൽ കാർഡ് മാത്രമേ അലൗഡ് ഉള്ളൂ. പിന്നെ ഇതൊക്കെയാണ് കസിൻസ്. ഇന്നലെ ഓസിക്ക് മന്തി തിന്നാൻ വന്ന ആളും കൂടെ ഉണ്ട് കേട്ടോ. ഓനങ്ങനെ വെറുതെ വിടാൻ പറ്റുമോ. പിന്നെ ആൾ നമ്മളെ അമ്മോൻ്റെ മോനെ കേട്ടോ. പിന്നെ ഉമ്മ നല്ല നെയ്ച്ചോറും കോഴിക്കറിയൊക്കെ കൊടുത്തീനി. അല്ലെങ്കിൽ ഉമ്മാരെ ട്രിപ്പിന് കൂടെ കൊടുന്നുള്ള ഉപകാരം അതൊക്കെ ഉണ്ടാ. ബസ് ചാർജ് വരുന്നത് 15 അല്ലെങ്കിൽ 13 രൂപ കേട്ടോ. അത് കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല. ഇവിടെ എൻട്രി ഫീ വരുന്നത് 50 രൂപയാണ്. പിന്നെ ഇവിടെയും കുട്ടികൾക്ക് ഫീ ഒക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ കൊടുത്തിട്ടൊന്നുമില്ല. പിന്നെ ഇവിടെ നമ്മളെ കയ്യിലെ പ്ലാസ്റ്റിക് ബാഗുകളോ വാട്ടർ കുപ്പികളോ ഒന്നും അലൗഡല്ല. എൻ്റെ അമ്മ പറഞ്ഞ് കനോലി പ്ലോട്ടിനെക്കാട്ടി ഈ തേക്ക് മ്യൂസിയമാണ് അടിപൊളിയാണ്. പിന്നെ ഞാൻ ഇവിടെ ഓൾറെഡി പോയതാണ്. പക്ഷെ അന്ന് പോയതിനെക്കാട്ടി ഇവിടെ കുറേ മാറ്റങ്ങളൊക്കെ വന്നു കേട്ടോ. പിന്നെ അതിൻ്റെ ബാക്കിൽ നല്ല അടിപൊളി ഗാർഡൻ ഉണ്ട്. അതായത് നമ്മൾ ഊട്ടിയിലൊക്കെ പോയല്ലോ, ഏകദേശം അതേപോലെ തന്നെ കേട്ടോ. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ കുറേ ആൾക്കാർ എൻ്റെ സംസാരത്തെ കളിയൊക്കെയുണ്ട് കമൻറ്റ് ഇട്ടൊക്കെ ഞാൻ കണ്ട്. എനിക്കൊരു കുഴപ്പമില്ല കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്താണ്ട് കേട്ടോ. അപ്പോൾ ആരെങ്കിലൊക്കെ ഊട്ടിയിലൊക്കെ പോകാൻ മടിയുള്ളവരാണെങ്കിൽ വേഗം ഇങ്ങോട്ട് പോയിട്ട് നമുക്ക് വൺ ഡേ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലമാണ്. നിലമ്പൂർ എല്ലാവർക്കും അറിയുന്ന ഒരു സ്പോട്ടാണെന്ന് എനിക്കറിയാം. പക്ഷെ നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ഇങ്ങനെ ബസ്സിനൊക്കെ പോയി വരാം കേട്ടോ. പിന്നെ ഒരു കാര്യം മസ്റ്റായിട്ട് ശ്രദ്ധിക്കാം, മഴക്കാലത്തൊക്കെ വരും കേട്ടോ. അടിപൊളി കാര്യം. അപ്പം ഇന്നത്തെ വീഡിയോ എത്തുള്ളൂ. ബൈ ബൈ.